താഴത്തില്ല, വേൾഡ് ഫയർ. ഇന്ത്യയിൽ എല്ലാവരും അക്ഷമരായി കാത്തിരുന്നൊരു പടം എഡ്സെറ്റ് ചേട്ടന്മാർ. വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ഇന്ത്യയിൽ എല്ലാവരും അംഗീകരിച്ചൊരു വൻ വിജയം എഡ്സെറ്റ് ചേട്ടന്മാർ. ഈ മലയാളീസിന്റെ കാര്യം ചതിയന്മാരാണല്ലോ. യെസ് ഗൈസ്, ചന്ദന തടിയൊക്കെ കുഴലപ്പം പോലെ വലിച്ചെറിയുന്ന അതിശക്തനായ ഒരു ചന്ദനക്കടത്തുകാരന്റെ കരളലിയിപ്പിക്കുന്ന കുടുംബകഥ പുഷ്പ അഥവാ ചന്ദനമഴ. അപ്പൊ കഥ നടക്കുന്നത് മരത്തെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ചിറ്റൂര് ഗ്രാമത്തിലാണ്. അവര് മരത്തെ തൊഴുതു പൂജിക്കും. എന്നിട്ട് മഴ പഴുപ്പിച്ച് അത് വെട്ടിക്കൊട്ടി ഒരു കണ്ടെയ്നറിലാക്കി ചൈനയിലേക്കും ജപ്പാനിലേക്കും ഗിറ്റാർ ഉണ്ടാക്കാൻ വേണ്ടി പാർസൽ അയക്കും. ആ ഗ്രാമത്തിലെ ഒരു മരം വെട്ടുകാരനായിരുന്നു പുഷ്പ. ഒരു വിറക് വെട്ടുകാരൻ. ജനങ്ങളുടെ ഏത് കാര്യത്തിനും മുന്നിൽ കാണും, അനീതി കണ്ടാൽ എതിർക്കും. അങ്ങനെ നാട്ടുകാരുടെ കണ്ണിൽ ഉണ്ണിയാണ്. യെസ്, പുഷ്പക്കെല്ലാം ഉണ്ട്. പുഷ്പ ചാടി അടിക്കും, പറന്നടിക്കും, ഇഷ്ടം പോലെ പൈസ, സ്വന്തമായി കാറ്, ഹെലികോപ്റ്റർ, പിന്നെ നമുക്കൊന്നും ഇല്ലാത്തൊരു കാര്യവും പുഷ്പക്കുണ്ട്. ശരിക്കും താഴത്തില്ല. അതെ, പുഷ്പ ഒരിക്കലും താഴത്തില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും പുഷ്പക്കില്ലാത്തൊരു കാര്യമുണ്ട്. അവന് സ്വന്തമായി ഒരു ഫാമിലി നെയിം ഇല്ല. നിനക്ക് വീട്ടുപേരില്ല. അതെന്താന്ന് വെച്ചാൽ പുഷ്പയുടെ ഡാഡി മൂകാംബിക യൂണിവേഴ്സുമായി അകന്നൊരു ബന്ധം കാത്തു സൂക്ഷിച്ച ഒരാളായിരുന്നു. നാട്ടിൽ സ്വന്തമായ ഒരു കുടുംബമുണ്ടെങ്കിലും അങ്ങനെ പുറത്തു പോയൊരു കുടുംബമുണ്ടാക്കി. ആ ബന്ധത്തിലുണ്ടായതാണ് പുഷ്പൻ. അച്ഛന് മറ്റൊരു കുടുംബമുണ്ട്. സോ പുഷ്പന്റെ അച്ഛന്റെ കുടുംബപ്പേരായ മുല്ലേരി പുഷ്പക്കിടാൻ പുഷ്പയുടെ സ്റ്റെപ്പ് ബ്രദർ സമ്മതിക്കില്ല. ഞങ്ങളുടെ വീട്ടുപേര് ഇവരുടേതാണ്. അതുകൊണ്ട് തന്നെ അതിശക്തനായ പുഷ്പയെ തകർക്കാൻ ഒരൊറ്റ ചോദ്യം മതി. ഈ കോളം ഫില്ല് ചെയ്തിട്ടില്ലല്ലോ, സൺ ഓഫ്. അങ്ങനെ ഫാമിലിനെയും കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന പുഷ്പ ഈ മുല്ലേരി തറവാട്ടിലേക്ക് എങ്ങനെങ്കിലും ഒന്ന് കേറി പറ്റണമെന്ന് വിചാരിച്ച് കുറെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി രക്തചന്ദനം കള്ളക്കടത്തിലേക്ക് ഇറങ്ങി കോടികൾ സമ്പാദിച്ചു കൂട്ടുകയാണ്. Now meet Srivalli, the smell fetish. ചിറ്റൂര് ഗ്രാമത്തിലെ ആസ്ഥാന പേഡ്കൾ. 1000 രൂപയ്ക്ക് ചിരി, 5000 രൂപയ്ക്ക് ഉമ്മ, 10000 രൂപയ്ക്ക് എന്താ റേറ്റ്? സെൻസെക്സ് കൂടി. ഇത്രയൊക്കെ സമ്പന്നയാണെങ്കിലും ഒരു പിന്ന് വാങ്ങിക്കാനുള്ള സാമ്പത്തികം ശ്രീവല്ലിക്കില്ലായിരുന്നു. അവളുടെ സാരി നെഞ്ചത്ത് നിക്കത്തേയില്ല. സാരി അഴിച്ച് മീൻ പിടിക്കുന്നു, സാരി ഒരു കഴുത്തിൽ കെട്ടുന്നു, ഒരു കാര്യമില്ലാത്ത സാരി ഒരു കളയുന്നു, പിന്നെ തന്നെത്താനെ സാരി ഊരി പോകുന്നു. ഇതേ സമയം ചന്ദനം കടത്തി പൈസക്കാരനായ പുഷ്പ കയ്യിൽ പൈസ വന്ന ഏതൊരു യുവാവിനെയും പോലെ ശ്രീവല്ലിക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് ചിരിയും ഉമ്മയും ഒക്കെ വാങ്ങിക്കൂട്ടും. 5000 രൂപ കൊടുക്കാം, ഒരു ഉമ്മ തരുമെന്ന് ചോദിക്കും. ശ്രീവല്ലിക്ക് ഇതൊരു പുതിയ കാര്യമൊന്നും അല്ലായിരുന്നു. ബട്ട് ഗൈസ്, മറ്റാരിലും കാണാത്തൊരു കാര്യം ശ്രീവല്ലി പുഷ്പയിൽ കണ്ടു. പുഷ്പ ദി റൈസ്. ശരിക്കും താഴത്തില്ല. അതോടുകൂടി അതിൽ ഇംപ്രസ് ആയി ശ്രീവല്ലി പുഷ്പയും കെട്ടി കുടുംബം നടത്താൻ തുടങ്ങും. അപ്പൊ നമ്മൾ വിചാരിക്കും കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, ശ്രീവല്ലിയുടെ ഇതൊക്കെ നടന്നിട്ടുണ്ടാവുമെന്ന്. ബട്ട് ഇല്ല ഗൈസ്, കല്യാണം കഴിഞ്ഞിട്ടാണ് ദി റിയൽ പ്ലേ നടക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ശ്രീവല്ലി ഒരു സ്മെൽ ഫെറ്റിഷ് ആണെങ്കിൽ സെക്കൻഡിൽ ശ്രീവല്ലി ഒരു ടച്ച് ഫെറ്റിഷ് ആണ്. തൊട്ടാൽ ശ്രീവല്ലിക്ക് മൂടാവും. താഴാത്ത പുഷ്പയ്ക്ക് തളരാത്ത ശ്രീവല്ലി. പുഷ്പയാണെങ്കിലോ ഇത് എങ്ങനെങ്കിലും ഒന്ന് താഴ്ന്നാ മതി എന്നുള്ള അവസ്ഥയിൽ വരെ എത്തും. എന്തോ ചെയ്യുമെന്ന് പറ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുഷ്പയ്ക്ക് ശ്രീവല്ലിയോട് ഭയങ്കര സ്നേഹമാണ്. ഒരു ദിവസം ശ്രീവല്ലി പുഷ്പയോട് എനിക്ക് മന്ത്രിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറയും. അത് കേട്ടതും പുഷ്പ നേരെ മന്ത്രിയുടെ അടുത്ത് പോയി ഒരു ഫോട്ടോ ചോദിക്കും. അപ്പൊ അതാ മന്ത്രി പറയും, ഈ സ്മഗ്ലേഴ്സ് പാർട്ടിക്ക് ഫണ്ട് തരുന്ന വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതോടെ തന്റെ ശ്രീവല്ലിക്ക് മന്ത്രിയുടെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ പുഷ്പ 5000 രൂപയ്ക്ക് ഫോട്ടോ വിറ്റിരുന്ന ശ്രീവല്ലിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി 500 കോടി മുടക്കി മന്ത്രിനെ തന്നെ അങ്ങ് മാറ്റിക്കളയും. 500 കോടി തരാം. ഒരു ഫോട്ടോ ഞാൻ ചോദിച്ചപ്പോ സീമനെ തന്നെ മാറ്റിക്കളഞ്ഞു. യെസ് ഗൈസ്, പുഷ്പ ഇസ് ഡാം റിച്ച്. ഇങ്ങനെ പുഷ്പ കള്ളക്കടത്ത് നടത്തി പൈസ ദൂർത്തടിച്ച് നടക്കുന്ന സമയത്താണ് നാട്ടിലെ സൈക്കോ കളിയൊക്കെ മതിയാക്കി വില്ലനായി നമ്മുടെ ഫഫ തെലുങ്ക് നാട്ടിലേക്ക് സൈക്കോ കളിക്കാൻ പോകുന്നത്. അവിടെ ചെന്നിട്ടുള്ള ഷോ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കൊടൂര വില്ലനാവുമെന്നൊക്കെ. പക്ഷെ ഒരു കാര്യവുമില്ല, വെറും ഒരു പാവമാണ് അയാൾ. ഒരു വില്ലനോട് കാണിക്കാൻ പാടില്ലാത്ത ക്രൂരതകളാണ് ആ മനുഷ്യൻ നേരിട്ടത്. ഒരു കുന്നിന്റെ മണ്ടയിൽ ജെട്ടിപ്പുറത്ത് നിർത്തും, അവന്റെ ആണത്തത്തെ ചോദ്യം ചെയ്യും. വർക്ക് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ മൊത്തം പുഷ്പ വന്ന് വിലക്ക് വാങ്ങും. എന്തിന്? ഒന്ന് സമാധാനമായി കുളിക്കാൻ വേണ്ടി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയാൽ അവിടെ പുഷ്പ വന്ന് മൂത്രമൊഴിക്കും. അവസാനം ഈ അപമാനം ഒന്ന് സഹിക്കാൻ വയ്യാതെ ഷിക്കാവത്ത് ആത്മഹത്യ ചെയ്യും. എല്ലാരും പാവങ്ങളാ മോനെ. സോ ഗൈസ്, പുഷ്പ ചന്ദനം കടത്തി പൈസ ഉണ്ടാക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. ചന്ദനം ലോറിയിൽ കയറ്റി പുഴയിലൂടെ ഓടിച്ചു കൊണ്ടുപോകും. ഗൂഗിൾ മാപ്പ് നോക്കി പോയതാവും. ചന്ദനം വെട്ടി കാളവണ്ടി ഉണ്ടാക്കി ചന്ദനം കടത്തും. ഇനി ചന്ദനം ജപ്പാനിലേക്ക് കടത്തി അയക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അതാ പുഷ്പ ജപ്പാനിലേക്ക് പോകുന്ന കണ്ടെയ്നറിന്റെ ഉള്ളിൽ 10-40 ദിവസം ഒന്ന് വെളിക്ക് പോകാൻ പോലും പറ്റാതെ ചന്ദനം കടത്തും.
ഇത്രയും ദിവസമൊക്കെ അതിനുള്ളിൽ എങ്ങനെയാടാ? പക്ഷെ ആ ഗ്യാപ്പിലും തന്റെ സമയം ഫലപ്രദമായി യൂട്ടിലൈസ് ആക്കാൻ പുഷ്പ ശ്രമിച്ചിരുന്നു. പുഷ്പ കണ്ടെയ്നറിനുള്ളിൽ നിന്ന് ജപ്പാനിൽ ഇറങ്ങിയാൽ പിടിച്ചു നിൽക്കാനുള്ള ജപ്പാനീസ് പഠിക്കുകയായിരുന്നു. ഒരു ബുക്കങ്ങ് മേടിച്ചാതിരുന്ന് പഠിക്കാവുന്ന പോലെയൊക്കെ ജപ്പാൻ ഭാഷ പഠിച്ചത്. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? പിന്നെ കടല് വഴി കെട്ടിവലിച്ച് പുഷ്പൻ പാസ്പോർട്ടും വിസയും പോലും ഇല്ലാതെ അങ്ങ് ശ്രീലങ്കയിലേക്ക് ചന്ദനം കടത്തും. ഇങ്ങനെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമെങ്കിലും രാജ്യസ്നേഹമുള്ളൊരു കള്ളക്കടത്തുകാരനായിരുന്നു പുഷ്പ. സോ ഗൈസ്, ഇങ്ങനെ സ്മഗിൾ ചെയ്ത് പുഷ്പ തെലുങ്ക് നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനാവും. എന്നിട്ട് പോലും മുല്ലേരി കുടുംബത്തിലേക്ക് പുഷ്പയെ കയറ്റിയിരുന്നില്ല. എങ്ങനെ കയറ്റാനാണ്? കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത കള്ളക്കടത്ത് നടത്തിയവനൊക്കെ ആദ്യമായിട്ട് കാണുക. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. ശ്രീവല്ലിക്ക് ഗർഭം. കരുതലും സ്നേഹവും ഇനി ഇവൾക്ക് അത്യാവശ്യം. അതറിഞ്ഞതും പുഷ്പ അപ്പൊ തന്നെ അവിടെ ഒരു പെൺവേഷമം കിട്ടി ഡാൻസ് കളിക്കുന്ന ഒരു വഴിപാട് ചെയ്യും. അതെന്തിനാണെന്ന് വെച്ചാൽ പുഷ്പയ്ക്ക് ഒരു പെൺകുട്ടി ജനിക്കാൻ വേണ്ടിയാണ്. കാരണം ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ അവന് കൊടുക്കാൻ വേണ്ടി കുറെ പൈസയും ഹെലികോപ്റ്ററും ഹമ്മർ കാറും വരെയുണ്ട്. പക്ഷെ ഒരു കുടുംബ പേര് പുഷ്പയ്ക്കില്ലല്ലോ. കുഞ്ഞാണ് ജനിക്കുന്നെങ്കിൽ അവന് കൊടുക്കാനായിട്ട് ഒരു കുടുംബ പേര് പോലും ഇല്ലാത്തവനല്ല ഞാൻ. ഈ സമയത്താണ് അവിടെ പുഷ്പന്റെ ഡാൻസ് കാണാൻ വന്ന മുല്ലേരി തറവാട്ടിലെ ഒരു പെൺകുട്ടിയെ കുറച്ച് ഗുണ്ടകൾ വന്ന് കടന്നു പിടിക്കുന്നത്. അത് കണ്ടതും പുഷ്പ എടാ മുല്ലേരി കുടുംബത്തിലെ പെണ്ണുങ്ങളെ തൊടുന്നു എന്ന് പറഞ്ഞിട്ട് അവന്മാര് കടിച്ചോടിക്കും. ഇത്ര വലിയൊരു ഉപകാരം മുല്ലേരിക്കാർക്ക് ചെയ്തിട്ടും പുഷ്പന്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് പറയും അഡ്രസ് ഇല്ലാത്തവന്മാരൊന്നും ഞങ്ങളെ രക്ഷിക്കണ്ട എന്ന്. പിന്നെ ഈ നാടകമൊക്കെ കണ്ടിട്ട് നിന്നെ ഞങ്ങൾ മുല്ലേരി കുടുംബത്തിൽ കേറ്റാനും പോണില്ല എന്ന്. എന്നാലും പുഷ്പയുടെ ഒരു അവസ്ഥ നോക്കണേ. ഇപ്പൊ നമ്മൾ ചിറ്റൂർ ഗ്രാമത്തിൽ ചെന്ന് ആരോട് അഡ്രസ് ചോദിച്ചാലും അവര് പറയും നീ ആരാടാ? പുഷ്പണ്ണന്റെ മാനേജർ. നീ? പുഷ്പയുടെ ഫ്രണ്ട്. നീയോ? പുഷ്പണ്ണന്റെ ഡ്രൈവർ. പക്ഷെ പുഷ്പയ്ക്കാണെങ്കിലോ സ്വന്തമായി ഒരു അഡ്രസ്സും ഇല്ല. അവിടുത്തെ പോസ്റ്റ്മാന്റെ കാര്യമാണ് കഷ്ടം. ഇന്ന് കത്തൊന്നുമില്ല. സോ പുഷ്പ ഇങ്ങനെ അഡ്രസ് ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. മുല്ലേരി കുടുംബത്തിലെ ആ പെൺകുട്ടിയെ അന്ന് പുഷ്പ അടിച്ചൂക്കി വിട്ടവൻ വന്ന് തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അവളൊരു ഗുഹയ്ക്കകത്ത് വെച്ച് ഒരു വൻ തുക തന്നാൽ വിട്ടുതരാമെന്ന് പറയും. ആ തുക കേട്ട് മുല്ലേരി കുടുംബക്കാർ മൊത്തം മാനത്ത് നോക്കിയിരിക്കുകയാവും. ആ സമയത്താണ് നമ്മുടെ പുഷ്പ തന്റെ ഹെലികോപ്റ്ററിൽ ഒരു സോഫയിൽ മൊത്തം പൈസ കുത്തി നിറച്ച് ആ ഗുഹയുടെ ഉള്ളിലേക്ക് ലാൻഡ് ആവുന്നത്. എന്നിട്ട് അവിടെ ഉള്ളവന്മാരൊക്കെ ഒരു പേ പിടിച്ച പട്ടിയെ പോലെ ചാടിക്കടിച്ച് കൊല്ലും. പിന്നെ ഒരു പുഴുവിനെ പോലെ തുള്ളിക്കളിച്ചു കൊല്ലും. അവസാനം ആ തട്ടിക്കൊണ്ടുപോയവനെ ഫിറോസിക കമ്പിയിൽ ബീഫ് കുത്തിവെക്കുന്ന പോലെ കുത്തിക്കൊല്ലും. എന്നിട്ട് മുല്ലേരി കുടുംബത്തിലെ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തും. ഈ സംഭവത്തിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്. മുല്ലേരി കുടുംബക്കാര് നമ്മുടെ പുഷ്പയെ കുടുംബത്തിൽ കയറ്റുകയാണ്. മുല്ലേരിക്കാരുടെ കല്യാണക്കത്തിലൊക്കെ പുഷ്പയുടെ പേര് വരെ മുല്ലേരി പുഷ്പനെ നച്ചടിച്ചു വെക്കും. പുഷ്പരാജ്. ഈ കാര്യം അറിഞ്ഞതും അതിഭീകരനായ കള്ളക്കടത്തുകാരനായ പുഷ്പ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകുകയാണ്. അങ്ങനെ അവസാനം മുല്ലേരി കുടുംബത്തിന്റെ കല്യാണ ദിവസം പുഷ്പൻ ഫാമിലിയുമായി തന്റെ മുല്ലേരി വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. സുഹൃത്തുക്കളെ, എല്ലാവരും ഒന്നിക്കുകയാണ്. അകറ്റിയത് വിധിയെങ്കിൽ ഇനി ഇങ്ങനെ അടുക്കുന്നതും വിധി തന്നെ. കഥ ശുഭാന്ത്യത്തിലേക്ക്. ഈ സമയത്താവും പാർട്ട് 3ലേക്കുള്ള ലീഡിന് വേണ്ടി വില്ലന്മാരൊക്കെ കൂടി ഒരു ബൊക്കയിൽ ബോംബ് വെച്ച് ആ കല്യാണ പന്തലിൽ കൊണ്ടുവെക്കുന്നത്. കഥ അപ്രതീക്ഷിത അന്ത്യത്തിലേക്ക്. അവസാനം മുല്ലേരിക്കാരെല്ലാം ഒന്നിച്ച കല്യാണ പന്തൽ പൊട്ടിത്തെറിക്കുകയാണ്. ആ ബോംബ് ആര് വെച്ചു, എന്തിനു വെച്ചു, എങ്ങനെ വെച്ചു? മുല്ലേരി കുടുംബക്കാരോട് ആർക്കാണ് ഇത്ര ശത്രുത? കാത്തിരുന്ന് കാണുക. പുഷ്പ ദി റാംപേജ് ഉടൻ വരുന്നു. പടം കഴിഞ്ഞ്. അപ്പൊ ഗൈസ്, ഇതോടുകൂടി ഫിൽമി ഷേക്ക് 100ാമത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. സോ ഒഫീഷ്യലി ഫിൽമി ഷേക്ക് അറ്റ് 100. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, വസിതാരഥ, ലൈ ലവ് ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ റേ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്രക്കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.